ഹായ് ഹലോ, വൈഷ്ണവ് മെച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വരുന്നിരിക്കുന്ന മെറ്റലിൻ്റെ മൂന്നാമത്തെ എസ്കേപ്പ് ചെയ്യാനായിട്ട്. എനിക്കറിയാം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇനി നമുക്ക് ഡെയിലി വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം, പരമാവധി ഞാൻ പറ്റുന്ന പോലെ ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് മെറ്റലിൻ്റെ മൂന്നാമത്തെ എസ്കേപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാനിത് സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം കളിച്ചു. ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയപ്പം ഞാൻ കളിച്ച് കഴിഞ്ഞാൽ കാണുന്നത് റെക്കോർഡായിട്ടില്ല. മൊത്തം പണി ഇടാനൊന്നും പറ്റിയില്ല. അപ്പം നമുക്കിനി മെറ്റലിൻ്റെ മൂന്നാം ഗെയിം പ്ലേയിലേക്ക് കിടക്കാം. നമ്മൾ ഇങ്ങനൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം കളിച്ചതായി മരത്തിനിടയിൽ, പക്ഷേ മരത്തിനിടയിൽ കളിച്ചത്. അപ്പം നമുക്കിത് ഇങ്ങനെ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ വല്ല ബ്രിയർ ട്രാപ്പോ മനസ്സിനൊക്കെ കാണും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊരു പ്രാവശ്യം കളിച്ചതാണ്. അപ്പം എനിക്കറിയാം പുള്ളി വരും കേസ്. അപ്പം പുള്ളി വരട്ടെ. ഉണ്ട്, ഇത് തുറന്നേക്കാല്ലേ. ഓക്കെ, നമുക്കൊരു തീ കിട്ടിയിട്ടുണ്ട് വീണ്ടും. പിന്നെ പുള്ളി വരട്ടെ. മറ്റെല്ലാം ഗെയിം പ്ലേ ഇഷ്ടമുള്ള കൂട്ടുകാർ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ അണ്ണൻ ഇവിടെ വന്നിട്ടുണ്ട്. അണ്ണൻ ക്രിസ്മസ് തലേനെയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇനി അണ്ണൻ വന്ന് പോട്ടെ, പോടാ. ഓക്കെ, പുള്ളി ഇവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. പുള്ളി പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വെളിയിൽ ഇറങ്ങി നമ്മുടെ ഇരിക്കുന്ന താക്കോല് ഈ വാതിലാണ്. വാതിലോർന്ന് ബെല്ലടിക്കും. ഇനി വീണ്ടും പുള്ളി വരണം. അത് ഇടയ്ക്കിടയ്ക്ക് പുള്ളി വരുന്നുണ്ട്. തുറന്നോക്കാം. നമുക്ക് എന്താ ബെല്ലടിക്കുന്ന ഓഫ് ചെയ്യാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം അവിടെ കൊണ്ട് വെക്കണം. ഓക്കെ, പുള്ളി വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ഒക്കെ വന്ന് ഞാൻ അടുത്ത വിഷു അല്ലേ വരാൻ കണിക്കൊന്നൊക്കെ ആയിട്ട് വരണ്ടേ. ക്രിസ്മസ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങിയേക്കുവാ സൈക്കോപാത്താണ്. അവന് നമ്മളിതിൻ്റെ നാലാമത്തെ എസ്കേപ്പ് ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും വീഡിയോ ഇടാൻ പറ്റിയില്ല. ഓക്കെ, പുള്ളി പോയിട്ടുണ്ട്. നമുക്കിനി തുറക്കാം. ഇനി ഇവിടുത്തെ ബെല്ല് ഓഫ് ചെയ്തേക്കാം. അങ്ങനെ ഇത് വെച്ചിട്ട് ഓഫ്. ഓക്കെ, ഇനി തുറന്നാൽ വെച്ചില്ല. ഇനി ഇവിടെ കസാര ഉണ്ട്. ഈ കസാര എടുത്ത് നമ്മൾ കിടന്നിടത്തൊരു ബൾബുണ്ട്. ഈ ഇന്ത്യ മാർക്കിൻ്റെ അവിടെ കസാര വെച്ചിട്ട് ഒരു ബൾബുണ്ട് കേട്ടോ. ബൾബ് നമ്മളെടുത്ത് ഇങ്ങനെയൊക്കെ. അതാണ് ഒരു പ്രാവശ്യം കളിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അറിയാം. ഞാൻ നാലാമത്തെ എസ്കേപ്പും കളിച്ച് ആക്ച്വലി ചുമ്മാ കളിച്ച് നോക്കിയതാണ്. നാലാമത്തെ എപ്പോഴും പാടാന്ന് പറയും. ഓക്കെ, നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി സ്വിച്ച് ഓൺ ആക്കാം. അപ്പോൾ ലൈറ്റ് കത്തും. ഓക്കെ, ഇവിടെ ഒരു സൂട്ട് സ്പേസ് ഉണ്ട്, ലോക്കഡാണ്. ഇവിടെ എല്ലാ ഐറ്റംസ് എല്ലാം ഉണ്ടോ? ഓക്കെ, ഇവിടെ എങ്ങാണ്ട് ഈ ഇതിനകത്തുണ്ട്. ഓക്കെ, സാധനം കിട്ടുന്നത് ടൂൾ കിട്ടുന്നു. കബോർഡിനകത്തുനിന്ന് ഇവിടെ എങ്ങാണ്ട് ഒരു സ്ക്രൂ ഡ്രൈവറോ അതാണ്ടിരിക്കുന്നു. ഇതാണ് ഒരു പ്രാവശ്യം കളിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. പെട്ടെന്ന് കളിച്ച് തീർക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മളത് ഓണാക്കി. ഓക്കെ, ഇത് ഓഫാക്കിയേക്കാം. അടയ്ക്കാം. നമുക്കിനി അപ്പുറത്തൊരു സാധനമുണ്ട്, ഇത് വെച്ച് തുറക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത് തന്നെ. നമുക്കിനി ഇത് തുറക്കാം. ഓക്കെ, വീണ്ടും ഒരു കീ ഇട്ടിട്ടുണ്ട്. അത് ഈ ഒരു ഡോറിൻ്റെയാണ്. ഓക്കെ, ഇവിടെ എന്തായിരുന്നു പരിപാടി? ഇവിടെ ലൈറ്റ്. ഓക്കെ, നമുക്കിനി ഒരു കോഡ് വേണം. അതായത് ഒരു കോഡ് കണ്ടുപിടിക്കാം. ഈ തുളയ്ക്കാത്തോടെ നോക്കി കോഡ് വേണം. അല്ലേ 243. നമ്മളിനി അവിടെ ഒരു ബോക്സ് പോലെ സംഭവം ഉണ്ട്. അതിനകത്ത് കൊണ്ട് നമ്മൾ അടിക്കണം. ഇത് തന്നെ. ഇതിനകത്ത് 243. ഓക്കെ, ഓപ്പൺ. ഓക്കെ, നമുക്ക് ഇങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടായി ഇവിടെ ഇങ്ങനൊരു സാധനമുണ്ട്. അപ്പം ഇങ്ങനൊരു സാധനത്തിൽ ഈ സാധനം പിടിച്ച് ഇവിടുന്ന് ഇങ്ങനൊരു സാധനം കിട്ടും. ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാം. പുള്ളി അടുത്ത പ്രാവശ്യം വരാനുള്ള സമയമായി. അതിന് മുമ്പ് ഒരു സാധനം എടുക്കണം. ഈ സ്റ്റിക്ക് ബ്രൂ നമുക്ക് എടുക്കണം. എന്നിട്ട് ഇത് കട്ട് ചെയ്യണം. അതിനകത്ത് ഒരു സാധനം ചാടി വരുമല്ലോ. കണ്ടേ. ഓക്കെ, ഇത് നമ്മൾ ക്ലീൻ ആക്കണം. അത് കിട്ടി. ഹാൻഡിൽ
തിരിച്ചുകൊണ്ട് വെച്ച് ഡോറടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് വീണ്ടും നമ്മുടെ സെല്ലിനകത്ത് പോയിരിക്കണം. പുള്ളി വരട്ടെ. പുള്ളി വരലും പോവുകയും കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി ഈ വെളിയിലോട്ടിറങ്ങി ഏതാണ്ട് ഗെയിം എൻ്റെ ആറായി. നമുക്കിനി കുറച്ചും കൂടെ പരിപാടിയേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ഒരു ഡോർ പൊളിക്കാനുണ്ട്. ഇനി ഡോർ നമുക്കങ്ങ് പൊളിച്ചേക്കാം. പുള്ളി അടുത്തതാണ് വരാനുള്ള സമയമായി. അടച്ചേക്കാം. ഓഫ് ചെയ്യും. വീണ്ടും നമ്മൾ ഇവിടെ കാത്തിരിക്കണം. ഓക്കെ, പുള്ളി ഇത് അകത്ത് വന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി പ്രാവശ്യം പുള്ളി വരുന്നുണ്ട്. കുറേ സമയം പുള്ളി എന്തൊക്കെ പറയുന്നുണ്ട്. ഈ പുള്ളി പോട്ടെ. അങ്ങനെ പുള്ളി നീണ്ട ഇളവേളയ്ക്ക് ശേഷം പോയിട്ടുണ്ട്. പോയി. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ജോലി നോക്കാം. ഇനി ഇതിൻ്റെ മേളിലൊരു സാധനമുണ്ട്, ഒരു കുടം പോലത്തെ സാധനം. നമുക്ക് അതും കൂടെ പൊട്ടിക്കാനുണ്ട്. എവിടെയായിരുന്നു? ഇവിടെ തന്നെ. ഈ സാധനം നമുക്ക് നമുക്ക് മാഗ്നറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി താട്ടിറങ്ങാം. ലൈറ്റ് ഓഫ് ചെയ്യണം. ഇനി എപ്പോഴത്തെ പോലെ തന്നെ വീണ്ടും പുള്ളി വരും. വീണ്ടും കാത്തിരിക്കണം. ഈ പുള്ളി എന്താണ് ഇത്രയും ഇത് കളിക്കുന്നത്? ഓക്കെ, പുള്ളി നമ്മുടെ അടുത്തോട്ടാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. ഇപ്പോഴാണ് ഈ പുള്ളിയുടെ മുഖം ഒന്ന് കാണാൻ പറ്റിയത്. ക്രിസ്മസ് തൊപ്പിയൊക്കെ വെച്ച് ഒക്കെയാണ്. തലയിലാണ് ട്യൂബ് ലൈറ്റോ? നിൻ്റെ മൈൻഡിന് ഭയങ്കര വിഷയമാണ് കേട്ടോ. ഓക്കെ, ഇനി പുള്ളി പോട്ടെ. പുള്ളിയുടെ ഡയലോഗ് കേൾക്കാൻ വേണ്ടി മാത്രം നിൽക്കണം. പുള്ളി പോയിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് എസ്കേപ്പ് ചെയ്യാറായിട്ടുണ്ട്. നമുക്കിനി പിന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ഫസ്റ്റത്തെ എസ്കേപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് നോക്കിയ ഓർമ്മയുണ്ടോ? ഒരു ഇതിൻ്റെ തലയൊക്കെ ആയിട്ട് ആ സ്ഥലം തന്നെയാണ്. ഓക്കെ, നമുക്കിനി ഇവിടെ പോയി ഇനി ഇവിടെ എന്തായിരുന്നു പരിപാടി? നമുക്കിവിടെ നിന്ന് ടൂള് കാണുന്നില്ല, കിട്ടുമായിരിക്കും. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഇത് എന്തിനാ ഞാൻ പറഞ്ഞത്? ഈ ഇതിവിടെ വെക്കാം. ഒരു കോഡാണ്. ഓക്കെ, ഇപ്പം നമുക്ക് എന്തിനൊക്കെ വരാം. ഓക്കെ, അത് ഇരുന്ന പോലെ തന്നെ വെക്കണം കേട്ടോ. അത് ഏറ്റവും ഇത് നമ്മൾ തുറന്നിട്ടുണ്ട്. അല്ല, അതങ്ങനെ വെച്ചില്ലായിരുന്നു വലിയ വിഷയമൊന്നുമില്ല. എന്തായാലും രക്ഷപ്പെടാൻ പോകും. എന്നാലും ഒരു സേഫ്റ്റിക്ക് ഒക്കെ നമുക്ക് ഇങ്ങനൊരു സാധനം കിട്ടും. ഇതൊക്കെ നമുക്കിനി ഇതിനകത്ത് നിന്നിട്ട് കീ കിട്ടുമായിരിക്കും. ഓക്കെ, കറക്കുക, വെക്കുക, വീണ്ടും കറക്കുക, തിരിച്ച് കറക്കുക, സാധനം എടുക്കുക, കറക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ഇതിനകത്തോട്ട് പോയിട്ട് മേളിലൊരു സൂട്ട് കേസ് ഇരിക്കുന്നുണ്ടല്ലേ, അതിനകത്ത് നമുക്കൊരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആവാറ്. ഇതാണ്ടേ, നമുക്കൊരു റോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഈ പട്ടിയുടെ അടുത്തോട്ട് ഓക്കെ സമയത്ത് കാണിക്കുകയാണ്. അടി കയറി വിളിച്ചിരിക്കാം. പുള്ളി ഇനി വരട്ടെ. ടെൻഷൻ ഇതിൻ്റെ ഏറ്റവും മനുഷ്യന്മാര്. പിന്നെ ഇതിൻ്റെ നാലാമത്തെ ഇത് കളിക്കുന്നത് ഞാൻ പറഞ്ഞു, അതിനകത്ത് ഇതിനേക്കാളും മണ്ടൻ ഒരു എസ്കേപ്പാണ് ഉള്ളത്. പിന്നെ പുള്ളി വരട്ടെ. പുള്ളി അങ്ങോട്ടുണ്ട്. അതുപോലെ നമ്മൾ പുള്ളി മേലോട്ട് കയറി പോകുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്യണം. പിന്നെ ഐഡൻസിക്ക് കളിക്കാൻ പറ്റിയ സമയം. ഓക്കെ, പുള്ളി മേലോട്ട് കയറി പോയിട്ടുണ്ട്. നമുക്കിനി പോയിട്ട് അത് ലോക്ക് ചെയ്യാം. ഓക്കെ, ലോക്ക് ചെയ്തിട്ടുണ്ട്. പുറത്തോട്ട് പോകണം. പട്ടി കിടങ്ങറ ഓക്കെ, നമുക്കിനി ഈ ഡോർ വഴി ഇപ്പുറത്തോട്ട് കയറി ഈ ഡോറും ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, നമുക്കിനി ഇതിനകത്ത് നമുക്ക് എലിവേറ്റർ ഓണാക്കാൻ പറ്റും. എലിവേറ്റർ ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ പുള്ളിക്കാരി നമുക്ക് രക്ഷിക്കണം. ഓക്കെ, ഈ പുള്ളിക്കാരി പോയിട്ട് ഞാൻ ഡോർ. ഓക്കെ, നമുക്കിനി ഇതിൽ കൂടെ താഴോട്ടിറങ്ങിയപ്പോൾ ഓക്കെ ഈ സാധനം പെട്ടെന്ന് എലിവേറ്റർ വരണം.
പെട്ടെന്ന് പുള്ളി വരുന്നുണ്ട് പോകണ ലെറ്റർ പോകണ കുറേ സമയം എടുക്കുന്നുണ്ടല്ലോ. പുള്ളി ഇപ്പോൾ വരുന്നുണ്ടോ? ഇല്ല, ഭയങ്കര സമയം എടുക്കുന്നുണ്ട്. ഈ എലിവേറ്റർ നല്ല സമയം എടുക്കുന്നുണ്ട്. അവസാനം വന്നിട്ടുണ്ട്. നമുക്ക് താഴ്ത്തുക. നമ്മുടെ ഫസ്റ്റത്തെ എസ്കേപ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇനി എലിവേറ്ററിൽ കൂടെ താഴ്ത്തുക. പുള്ളി വരാനൊന്നും പോകില്ല. പിന്നെ ഇതുവഴി പോയാൽ നമുക്ക് ഈ 4ാമത്തെ എസ്കേപ്പിൻ്റെ റൂം കാണാൻ പറ്റും. ഓൾറെഡി ഞാനത് കളിച്ച് കഴിഞ്ഞു. അപ്പം എന്തിനാ കളിച്ചത്? എനിക്ക് വൈകി ഇനി തപ്പിപ്പിടിച്ച് കുറേ കളിക്കുകയാണെങ്കിൽ അതാണ് പറയാം. അപ്പം ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലൊക്കെ പോലെ ഞാൻ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4ാമത്തെ എസ്കേപ്പിംഗ് വീഡിയോ ഇടാൻ വരുന്നതാണ്. ഓക്കെ, നമുക്കിനി ഇതുവഴി അപ്പുറത്തോട്ട് പോയാൽ മതി. ഇതാണ് നമ്മുടെ 4ാമത്തെ എസ്കേപ്പ് ചെയ്യുന്നത്. നമുക്കിപ്പം ഇതുവഴി തന്നെ എസ്കേപ്പ് ചെയ്യാം. ഓക്കെ, ഈ കാര്യം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ദ എൻഡ് ഓഫ് ചാപ്റ്റർ 3 മെറ്റൽ. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇത് വൈഷ്ണവ് മച്ചാൻ. അപ്പം ടാറ്റാ, ബൈ, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ടേക്ക് കെയർ, ബൈ.